ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എയർ ഡ്രോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസിയാണ് ലഭിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് 8 രൂപ വിലയുള്ള ഡോജ് എന്ന് പറഞ്ഞിട്ടുള്ള കോയിനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്കിതിൽ 1 രൂപ പോലും മുതൽ മുടക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ റെഫറൽ ലിങ്ക് കൊടുക്കുക. ആ ലിങ്കിൽ കയറിയിട്ട് നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓരോ ദിവസം, അതായത് നമ്മളതിൽ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ സൈറ്റ് ഓടിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇത്ര കോയിൻ അല്ലെങ്കിൽ ഇത്ര ശതമാനം കോയിൻ എന്ന് പറഞ്ഞിട്ട് ചെറിയ സംഖ്യയാണ്, അതായത് ഡോജ് കോയിൻ്റെ കഷ്ണങ്ങളാണ് കിട്ടുക. അപ്പം നമുക്ക് അതിന് സ്പീഡ് കൂട്ടാൻ കഴിയും. നമുക്കതിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാം. അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ടാണെങ്കിലും നമുക്കതിൽ നമ്മളുടെ ആ ഒരു ദിവസം ഇത്ര ഡോജ് കോയിൻ കിട്ടുന്നതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഒരു കോയിൻ കിട്ടുന്നിടത്ത് നമുക്ക് 4-5 കോയിൻ നമുക്ക് റെഫർ ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പം ഡോജ് കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ റുപ്പി ആക്കുമ്പം നമുക്ക് 8 രൂപ വിലയാണ് വരുന്നത്. ഡോജ് കോയിൻ, ഒരു ഡോജ് കോയിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി 8 രൂപയാണ്. പിന്നെ എന്നുള്ള ഡോജ് കോയിൻ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനാണ്, അതുകൊണ്ടാണ് 8 രൂപ. നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കോ മെറ്റാമാസ്കിലേക്കോ ബിനാൻസിലേക്കോ ഏതിലേക്കാണെങ്കിലും നമുക്ക് ഡോജ് കോയിന് വിഡ്രോവൽ കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിൽ കയറിയിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് അത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും നമ്മൾ അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറിയാൽ. അപ്പം അതിൽ നമുക്ക് വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മെറ്റാമാസ്കിലെ ഡോജിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലെ ഡോജിൻ്റെ അഡ്രസ്സോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ ട്രസ്റ്റ് വാലറ്റിൽ ഡോജിൻ്റെ അഡ്രസ്സ് എടുക്കേണ്ടതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരാം. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് സിമ്പിളാണ്. പിന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു 10 ആൾക്കാരൊക്കെ റെഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ല രീതിയിലുള്ള ഡോജ് കോയിൻസ് ഉണ്ടാക്കാം. ഡോജ് കോയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിപ്റ്റോയിൽ എപ്പോഴും ചിലപ്പോൾ റേറ്റ് കൂടും, ചിലപ്പം റേറ്റ് കുറയും. പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും ഒരു റേറ്റ് കിട്ടുന്ന സംഭവമാണ് ഡോജ് കോയിൻ. ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള കോയിനാണ്. അപ്പം എല്ലാവരും ഈ എയർ ഡ്രോപ്പ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇത് നിസ്സാരമായി കാണണ്ട. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അവിടെ നിങ്ങൾ സൈനപ്പ് കൊടുത്തിട്ട് ഇതിലേക്ക് വരിക. ഇതിൽ രജിസ്റ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അതിൽ നിങ്ങളുടെ ഒറിജിനൽ നെയിം കൊടുക്കുക, പിന്നെ ഒരു യൂസർ നെയിം കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കാനുണ്ട്. കൺഫേം ഇമെയിൽ ID, ഒരു പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് അങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു പാസ്വേഡൊക്കെ പോയി കഴിഞ്ഞാൽ റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു ക്വസ്റ്റ്യനും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ആൻസറും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ക്വസ്റ്റ്യനും കൊടുക്കാം, നമ്മളുടെ പേരവിടെ ആൻസറായിട്ടും കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലൊരു ക്യാപ്ച കാണിക്കും. ആ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളുടെ അക്കൗണ്ട് രജിസ്റ്റർ ആയി. അങ്ങനെ നമ്മൾ രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായി. പിന്നെ ലോഗിൻ കൊടുക്കാനുണ്ട്. മുകളിൽ ലോഗിൻ, അവിടെ നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ടാണ് ഒരു ക്യാപ്ച ഉണ്ടാവും. യൂസർ നെയിമും പാസ്വേഡുമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ നെയിം എന്നുള്ളിടത്ത് നമ്മളുടെ ഒറിജിനൽ നെയിം അല്ല കൊടുക്കേണ്ടത്, യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് കാണാം അതാ ഇതിപ്പം ഓപ്പൺ ആവാം കേട്ടോ. ഡോജ് കോയിൻ മൈനി ഇതിൽ കണ്ടില്ലേ, ആ ഫസ്റ്റിൽ തന്നെ ഉള്ളൊരു റോക്കറ്റ് പോലുള്ള സംഭവം അത് മൂവ് ചെയ്യുന്നത് കണ്ടില്ലേ, അതാണ് റൺ ചെയ്യുന്നത്. അതാണ് സംഭവം നമുക്ക് ഡോജ് കോയിൻ കിട്ടുന്നത് കേട്ടോ. ഇതിൽ ചില ആളുകൾ റെഫറൽ ലിങ്ക് എടുക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് കാണാം. റെഫറൽ ലിങ്ക് പറഞ്ഞാൽ യു ആർ അഫിലിയേറ്റഡ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒന്ന് കോപ്പി ചെയ്താൽ നമുക്ക് റെഫറൽ ലിങ്ക് കിട്ടും. അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഞാൻ കുറേ വീഡിയോസ് ഇട്ടതിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് റെഫറൽ ലിങ്ക് എടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വിഡ്രോവൽ എങ്ങനെ കൊടുക്കുക വെച്ചാൽ, വിഡ്രോവൽ ഇവിടെ നമ്മളുടെ ഡോജിൻ്റെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഡോജിൻ്റെ അഡ്രസ്സ് പറഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലുള്ള ഡോജിൻ്റെ അഡ്രസ്സാണ് കേട്ടോ കൊടുക്കേണ്ടത്.
അത് ഞാൻ എൻ്റർ ചെയ്തിട്ടില്ല. നമുക്ക് അത് പതുക്കെ എൻ്റർ ചെയ്താൽ മതി. ഒരു 10 ഡോജ് കോയിൻ, മിനിമം 10 ഡോജ് കോയിനാണ് വിഡ്രോവൽ. അപ്പോൾ 10 ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഡോജ് കോയിൻ്റെ അഡ്രസ്സ് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യട്ടോ. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എയർ ഡ്രോപ്പാണ്. അപ്പം ആരും ഇതിൽ കയറിയിട്ട് പേയ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആരും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്.